നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കര കാലിച്ചന്തയിലാണ്. ഈ കാലിച്ചന്തയിലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയമാണ് ചർച്ചയാക്കപ്പെടുന്നത്. കച്ചവടക്കാരുണ്ട്, ഇത് വാങ്ങാനെത്തുന്നവരുണ്ട്, അവർക്കെല്ലാം തന്നെ വ്യത്യസ്ത രാഷ്ട്രീയവുമുണ്ട്. ആര്യ സൗഖ്യത്തിൽ ലീഗിനെ പറഞ്ഞിട്ടില്ല. എന്താണ് മനസ്സിലാക്കാത്തത്? അതെന്താണ് മനസ്സിലാക്കാത്തത്? ശിവൻകുട്ടിയാണ് പറഞ്ഞത്. എന്താ അറിയോ, ഇവിടെ നിലമ്പൂർ LDFന്റെ ഒരു വികസനം നടന്നിട്ടില്ല. ഈ ലീഗാരോ കോൺഗ്രസ്സുകാരല്ല പറഞ്ഞത്, ശിവൻകുട്ടിയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇവിടുത്തെ വികസനം എന്താണെന്നുള്ളത്. ഒരു 4 റോഡും കൂടെ ഒന്ന് പെയിന്റ് അടിച്ച് പോകണ നല്ല വികസനം. വേറെ അടിസ്ഥാനമായിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് വർഷം ഇവിടെ ആരെ ജയിക്കണ്ടേ? ആരെയാണെന്നല്ലാതെ തന്നെ ഇവരിൽ തന്നെ പരിപാടി ഇതാണ്. ഇടതുപക്ഷം കൂടുതൽ ഇവിടെ സ്വരാജ് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു കാര്യം ഇവിടെ ചെയ്ത ഇടതുപക്ഷ ഗവൺമെന്റ് 9 കൊല്ലം ഭരിച്ചപ്പോ നിലമ്പൂർ കൂടിയും എടക്കര ചുങ്കത്തരൊക്കെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ റോഡ് കാണെങ്കിൽ നാഷണൽ ഹൈവേ റോഡാ. ഒന്നും ഉണ്ടായില്ല. വികസനത്തിന് ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വിരോധിയായി നിൽക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. കാരണം അവിടെ നിലമ്പൂരിന്റെ ബൈപ്പാസിന് ഇവിടെ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ഇവിടെ കോൺഗ്രസ്സുകാരാ. കാരണം ഓല് ഭൂമി പോകും, ഓല ഇത് പോകുന്നു പറഞ്ഞുകൊണ്ട് നിലമ്പൂരിന്റെ അൻവറായിരുന്നല്ലോ MLA, മൂപ്പര് വികസനം നടത്തിയിട്ടില്ല. മൂപ്പര് കൊടുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ ഇവര് സമ്മതിക്കുന്നില്ല. അൻവറിന്റെ സ്ഥിതി എന്തായിരിക്കും? അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിന് കിട്ടുന്ന വോട്ട് UDFന്റെ വോട്ടുകൾ ഭിന്നിച്ചിട്ട് അൻവറിന് കിട്ടുള്ളൂ. LDF ഒരു അനുഭാവി വരെ കൊടുക്കൂല. കാരണം സ്വരാജ് ആയതുകൊണ്ട് ആ സ്ഥാനത്ത് ഒരു ഈ വികസനം എന്തുകൊണ്ട് പാലക്കാട് കണ്ടില്ല? ചേലക്കര 39,000 വോട്ടുള്ളത് ഇവർക്ക് 12,000 കുറഞ്ഞു. ഈ വികസനം എന്താ അവിടെ കാണുന്നത്? ചാണ്ടിയുമ്മ മത്സരിച്ചപ്പോ അവിടെ കണ്ടില്ല വികസനം. പിന്നെ ഞാനൊരു നിലമ്പൂർ സ്വദേശിയാണ്. ഈ 9 വർഷം കൊടുത്തിട്ടും ആരെയുടെ നീക്കി വെച്ചിട്ട് അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് നീക്കാൻ ബൈപ്പാസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് UDFന്റെ ഭരണകാലത്ത് ഇവിടെ ആര്യയുടെ സുഖത്ത് മിനിമം 20,000 വോട്ടില് ഭൂരിപക്ഷം. 9 വർഷം ഇടതിന്റെ കൂടെ ആയിരുന്നില്ല അൻവർ. ഇനിയിപ്പോ ഒരു 6 മാസത്തിനും വേണ്ടിയാണ്ട് ആ അൻവർ പിടിക്കുന്ന വോട്ട് കോൺഗ്രസിൻ്റെ ഇടതിൻ്റെതാകുക. ഇവിടെ എല്ലാ കമ്മിറ്റികളും മുഴുവൻ ഇടതിൻ്റെ കമ്മിറ്റികളാണല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയാം, വഴിക്കട പഞ്ചായത്ത് സുഖു കമ്പനി കോൺഗ്രസിൻ്റെ വോട്ടാണോ? ചുങ്കത്തറ പഞ്ചായത്തിൽ പുന്നപ്പാല സുധീറും വൈഫും കമ്പനി കോൺഗ്രസ്സുകാരല്ല. ഇങ്ങനെ പോകുമ്പോൾ എല്ലായിടത്തും അവർക്ക് ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അതിൽ പോകുന്ന വോട്ടൊക്കെ LDFന്റെ വോട്ട്, UDFന്റെ വോട്ട് പോകും. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം എന്താ? തെരഞ്ഞെടുപ്പ് എന്താ സ്ഥിതി? LDF സ്വരാജിനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്താ സ്ഥിതി? നമ്മളെ അഭിപ്രായത്തിൽ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. സ്വരാജ് ജയിക്കും. ഈ അൻവർ എഫക്റ്റ് ഒന്നും ഉണ്ടാവൂലേ? അൻവർ എഫക്ട് പറഞ്ഞത് അത് ഒരു പാർട്ടിന്റെ ലേബിളിൽ നിൽക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അത് വിട്ടാ പിന്നെ ഒറ്റക്കായ വോട്ട് പിടിക്കൂല. വെച്ചാൽ കുറച്ച് വോട്ട് ഉണ്ടാവും. സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥി നിൽക്കല്ലേ. അൻവറിന്റെ കൂടെ ഉള്ളവരൊക്കെ LDF-കാരാണ്, നേരത്തെ CPM-മാരാണ്. അപ്പൊ CPM-ന്റെ വോട്ട് അൻവർ പിടിക്കുന്നതാണോ? അത് സാധ്യത ഉണ്ടോ? അത് സാധ്യത കമ്മിയാണ്. ആര് വോട്ടാ പിടിക്കുക? ഈ 3 കൂട്ടരും വോട്ട് ഉണ്ടാവും. മൊത്തമായിട്ട് UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാണ് ഷൗക്കത്ത് ഏതാണ്ട് 20-25,000 വോട്ടിന്റെ ഭൂരിപക്ഷം ചെയ്യും. കുറച്ച് കൂടുതലല്ലേ? കൂടുതൽ അല്പം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? അതിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാലാകാലം ഇപ്പോൾ പണ്ടത്തെ രാഷ്ട്രീയമല്ല ഇന്നത്തെ രാഷ്ട്രീയം. അപ്പോൾ കാലാകാലം ഇപ്പോൾ ഈ 2 മുന്നണിയിൽ നിന്നിട്ട് യൂത്തിന് ഇവിടെ യുവതക്കൊരു ഇതുണ്ട്, ഒരു ബലമുണ്ട്. ഈ യൂത്തിനൊരു നേതാവാണ്. ഇപ്പോൾ മൂപ്പര വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ യൂത്തിൻ്റെ എല്ലാ കാര്യങ്ങളും
മൂപ്പര് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ വന്ന കോൺഗ്രസിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, മാർക്സിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് മണ്ഡലം. ഇവരൊക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ തിരിച്ചു പോകും, വന്ന് അതേപോലെ തന്നെ പോകും. ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഒരു 8-8.5 കൊല്ലമായിട്ട് അൻവർക്ക് തന്നെയാണ് ഈ മണ്ഡലത്തിലുള്ളത്. മൂപ്പര് ഇനി ഇത് കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാവും. അപ്പം ജനങ്ങൾക്കും അതേപോലെ തന്നെ വളർന്നു വരുന്ന യുവതക്കൊരു നേതാവ് ആണെന്നുള്ളൊരു ചിന്താഗതിയാണ്. അൻവർ ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ നല്ല വോട്ട് പിടിക്കാൻ എന്തായാലും സാധ്യത ഉണ്ട്. അൻവറാക്ക ജയിക്കോ തോൽക്കൊന്നുമില്ല. അല്ല, അൻവറാക്ക ഇതിൽ ആരെ ജയപരാജയങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു പ്രധാന ഘടകമാണ് അൻവറാക്ക. 9 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ് മൂപ്പര്. ആ കാരണം കൊണ്ട് മൂപ്പര് ഒരുപാട് ആൾക്ക് ഹെൽപ്പ് ചെയ്തതും ആ വോട്ടൊക്കെ വോട്ടായിട്ട് തന്നെ മാറും. നിങ്ങൾക്ക് ഈ അഭിപ്രായം പി വി അൻവർ നേട്ടം ഉണ്ടാക്കോ? എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും ബാപ്പുട്ടി ജയിച്ചോളൂ. ബാപ്പുട്ടി സംശയമല്ല, ബാപ്പുട്ടി അല്ല വേറെ വർത്തമാനല്ല, ബാപ്പുട്ടി ജയിച്ചോളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ബാപ്പുട്ടിക്ക് അതിന് അധികം ഒപ്പുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, അതിപ്പോ അൻവർ ജയിച്ചു കഴിഞ്ഞാല് കാരണം ഒന്നുമില്ലാത്തൊരു കണ്ടീഷനല്ല വരും. കാരണം ഒരു ഗവൺമെന്റ് തലത്തിലൊരു പിടിപാട് വേണ്ടേ. ഇതിപ്പോ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എന്തൊരു പാർട്ടി അപ്പൊ LDF സർക്കാരില്ല, അപ്പൊ LDF ജയിച്ചാലേ ഇവിടെ LDF നമ്മളെ പഴയ മണ്ഡലമല്ലത് കോൺഗ്രസിന്റെ. എന്റെ അഭിപ്രായം എന്താ വെച്ചാല് അൻവർ കാക്ക വോട്ട്, അൻവർ കാക്ക ഒന്നും ചെയ്യാൻ കച്ചുമെങ്കിലും എന്താ അറിയില്ല, അൻവർ കാക്കാണ് വോട്ട്. പറയാൻ പറ്റില്ല, കുറെ വോട്ടുകൾക്കും മാറിയാൻ സാധ്യത ഉണ്ട്. എങ്ങിട്ട് മറിയാ അൻവറിന് കുറെ വോട്ടുകൾ മറിയോ? അത് എവിടുന്ന് UDF എന്ന് പറയാ LDF തന്നെ കുറെ. അതൊക്കെ കച്ചവടം എങ്ങനെ ഇന്നത്തെ പെരുന്നാൾ കച്ചവടമാണല്ലോ? വരുന്ന കച്ചവടം വളരെ ഡീസന്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല മര്യാദ വിലക്ക് ഇവിടെ കന്നു വെച്ചു. വില കൂടിയിട്ടുണ്ടോ? വില ഓവർ വില അല്ല, മര്യാദ വിലക്ക് ഒരു മണ്ഡലത്തിൽ ഇയാൾക്ക് കിട്ടുന്ന ഒരു അഭിപ്രായം ആൾക്കാർ പറയുന്നുണ്ട്. അൻവർക്കൊക്കെ കഴിക്കും. നിങ്ങളെവിടെ സ്ഥലം എവിടെ? ഞങ്ങൾ മഞ്ചേരിയാണ്. മഞ്ചേരി. നിങ്ങൾക്ക് വോട്ടില്ല? ഇല്ലാട്ടില്ല. നിങ്ങളിവിടെ മൊത്തം മാർക്കറ്റിലെ ടോക്ക് എങ്ങനെ? ഇവിടെ നമ്മളെ കന്നുകൊണ്ടിരുന്നാണ്. അവിടെ മറ്റുള്ളവരൊക്കെ പറഞ്ഞ എങ്ങനെ കിട്ടുന്നില്ലാണ് അഭിപ്രായമാണ് പറയുന്നത്. അൻവർ പിടിക്കുന്നില്ല പറയുന്നത്.